അടുത്ത മാസം പാകിസ്ഥാനിൽ ആരംഭിക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ പ്രൊഫഷണൽ ടീമിനെ ഈ ആഴ്ച BCCI പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ചർച്ചകൾ സജീവമാണ്. എന്തെങ്കിലും സർപ്രൈസുകൾ ഇന്ത്യ അവരുടെ സ്ക്വാഡിൽ കൊണ്ടുവരുമോ എന്ന ആകാംക്ഷ ആരാധകർക്കുണ്ട്. അതിനിടെ ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാൾ ഇന്ത്യയുടെ ഓപ്പണർ ആകണമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ. ശുഭ്മാൻ ഗില്ലിനെ മറികടന്ന് ഇന്ത്യ യശസ്വിയെ ഓപ്പണർ ആക്കണമെന്നാണ് ഗവാസ്കർ പറയുന്നത്. ഇടം കയ്യൻ ബാറ്റർ ആയതുകൊണ്ടാണ് യശസ്വി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ഓപ്പണർ ആകണമെന്ന് സുനിൽ ഗവാസ്കർ പറയുന്നത്. യശസ്വി കളിച്ചാൽ ഇടം കൈ വലം കൈ കോമ്പിനേഷൻ ഓപ്പണിംഗിൽ ഇന്ത്യക്ക് കൊണ്ടുവരാമെന്നും ഇത് ടീമിന് ഗുണം ചെയ്യുമെന്നുമാണ് ഗവാസ്കർ വിശ്വസിക്കുന്നത്. സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു ഗവാസ്കറിന്റെ വിലയിരുത്തൽ. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ ഓപ്പണർമാർ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ്. ഏകദിനത്തിൽ കിടിലൻ റെക്കോർഡാണ് ഈ ജോഡികൾക്കുള്ളതും. ചാമ്പ്യൻസ് ട്രോഫി പോലൊരു സുപ്രധാന ടൂർണമെന്റിൽ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ പൊളിച്ചെഴുതാൻ ടീം ഇന്ത്യ ശ്രമിക്കുമോ എന്നത് കണ്ടറിയണം. യശസ്വി ജയ്സ്വാൾ ഇതുവരെ ഇന്ത്യക്കായി ഏകദിനത്തിൽ കളിച്ചിട്ടില്ല എന്നതും ഇതോടൊപ്പം കൂട്ടിവായിക്കണം. ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് അത്ര മികച്ച ഫോമിൽ അല്ലെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ തകർപ്പൻ റെക്കോർഡുള്ള ബാറ്ററാണ് ഗിൽ. 47 ഏകദിന മത്സരങ്ങളിൽ ഇതുവരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഗിൽ 58.20 ബാറ്റിംഗ് ശരാശരിയിൽ 2328 റൺസ് നേടിയിട്ടുണ്ട്. 6 സെഞ്ചുറികളും 13 അർദ്ധ സെഞ്ചുറികളും ഈ ഫോമാറ്റിൽ ഗിൽ നേടിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്കായി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചിട്ടില്ലെങ്കിലും ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് യശസ്വി ജയ്സ്വാൾ. 32 ലിസ്റ്റ് എ മത്സരങ്ങളിൽ 53.96 ബാറ്റിംഗ് ശരാശരിയിൽ 1511 റൺസാണ് യശസ്വിയുടെ സമ്പാദ്യം. റെഡ് ബോൾ ക്രിക്കറ്റിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ഒരേപോലെ തിളങ്ങാൻ ഈ യുവ ഓപ്പണർക്ക് മികവുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കരിയർ റെക്കോർഡിൽ നിന്ന് വ്യക്തമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി 19 കളികളിൽ 1798 റൺസും T20യിൽ 23 കളികളിൽ 723 റൺസും യശസ്വി സ്കോർ ചെയ്തിട്ടുണ്ട്.